ഡൂസൻ ലെഗോട്ടർ എന്ന കൊടൂര വില്ലൻ്റെ കടന്നുവരവ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇനി ആര് പുറത്തു പോകുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ആരാധകരുടെ മുമ്പിൽ മുൻമുന കൂർത്ത് നിൽക്കുന്നത്. സോ ആരാധകർ ടോട്ടലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത് ഒരു ചോദ്യത്തിനാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, ബട്ട് ഇതുവരെയായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു വാർത്ത കൂടെ ഉണ്ട്, ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു താരം കൂടെ കടന്നു വരാനായിട്ട് പോകുന്നു. അതൊരു സ്ട്രൈക്കർ ആവാൻ സാധ്യതയുണ്ട്. ക്വാമി പെപ്രയെ ഒഴിവാക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്ന ഒരു ചെറിയ റൂമറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ആരും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് തീരുമാനങ്ങളാണ്. അതിൽ നിന്നും ആര് പുറത്തു പോകുന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാൻ പറ്റുന്നതാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100K ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ. എന്തായാലും മോണ്ടിനെഗ്രിയൻ താരമായിട്ടുള്ള ഡൂസൻ ലെഗോട്ടറിൻ്റെ വരവ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ പണി പോകും. ബിക്കോസ് അലക്സാൻഡ്രോ കോയ്ഫ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിലോസ് ട്രിൻസിച്ച്, ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ കൂടുതൽ ഒപ്പീനിയൻസ് വരുന്നത് അലക്സാൻഡ്രോ കോയ്ഫ് പോകുമെന്നുള്ളതാണ്. എന്നാൽ പക്ഷേ അലക്സാൻഡ്രോ കോയ്ഫിന് കുറച്ചൊരു ഫാൻ ബേസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് കോയ്ഫ് പോകണ്ട, മിലോസ് പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. സോ എനിക്ക് തോന്നുന്നില്ല മിലോസ് പോകും എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഒരു ദിവസം ബ്ലാസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയുടെ അടിയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ അടിയിൽ മിലോസ് വന്നിട്ട് മോണ്ടിനെഗ്രിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു തംസപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മിലോസും അദ്ദേഹവും ഒരുമിച്ച് കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സോ പിന്നെ മിലോസിൻ്റെ സ്വഭാവം നമുക്കറിയാലോ. ഫസ്റ്റ് 11 അല്ലെങ്കിൽ കളിക്കോ ഇറക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ സ്റ്റോറി ഇട്ട് പുള്ളി ഒരു പുലിയാണെന്നൊക്കെ കാണിച്ചു തരും. അപ്പോൾ ടീമൊന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബൊന്നും അദ്ദേഹത്തിൻ്റെ നിർത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ അത് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കൊയ്ഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളി സൈലൻ്റ് ആണ്. പുള്ളിയെ പറഞ്ഞു വിടാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിലോസിനാണ് ഈ രണ്ട് പേരിൽ ഒരാൾക്ക് സ്റ്റാർട്ടിംഗ് കിട്ടണുള്ളൂ. പ്രത്യേകിച്ചും കൊയ്ഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് കിട്ടണില്ല എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു മത്സരത്തിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൊയ്ഫിനൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് മിലോസിനെ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ഉപകാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ഡിഫൻസ് വീക്ക് ആകുമ്പോൾ എട്ടക്ക് സമയത്ത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ മിലോസ് നല്ല റേഞ്ചിൽ ഫോമായിട്ട് വരുന്നത്. അദ്ദേഹം ഫോം ആവുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഡിഫെൻഡിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് ഇതേ സമയം നമ്മൾ കൊയ്ഫിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഒരു മിഡ്ഫീൽഡ് റോൾ കൂടെ കൈകാര്യം ചെയ്യാനാണ്. പക്ഷേ കൊയ്ഫിന് അത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മത്സരത്തിൻ്റെ, അതായത് സീസണിൻ്റെ കുറച്ച് മത്സരങ്ങൾക്ക് മുമ്പ് കൊയ്ഫിൻ്റെ കുറച്ച് ലോങ് ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വീഡിയോയിൽ. എന്നാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ശേഷം ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അടിച്ചിട്ടുള്ള ആ ഒരു ഗോള് മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനായിട്ട് എനിക്ക് തന്നെ കുറച്ച് പോയിൻ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. കാരണം അലക്സാൻഡ്രോ കൊയ്ഫ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കാത്തൊരു പ്ലെയറാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടാണ്. പക്ഷേ ഒരു സെൻറ്റർ മിഡ്ഫീൽഡ് റോളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുന്നില്ല. അറ്റാക്കിങ്ങിലേക്ക് പന്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഈ കാരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കൊയ്ഫ് ആയിരിക്കും പുറത്തു പോകാനായിട്ട് സാധ്യത. അതിൻ്റെ റൂമർ തന്നെയാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡൂസൻ ലെഗോട്ടർ ടീമിലേക്ക് വന്ന അപ്പം തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വന്നാലും മറ്റൊരു സൈനിങ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ള വാർത്ത ഉണ്ട്. ബട്ട് അതൊരു ഡിഫൻഡറായിട്ട് കളിക്കാൻ പറ്റുന്നൊരു താരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇനി ഇന്ത്യൻ താരങ്ങളെ ആയിരിക്കും ഡിഫൻസ് നിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇതുവരെയായിട്ട് 5-6 താരങ്ങൾ പോയി, ഇത് ഒരു താരം വന്നിട്ടുള്ളൂ. പക്ഷേ വരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ മറ്റൊരു സൈനിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതായത് അറ്റാക്കർ ആവാനാണ് സാധ്യത. അങ്ങനെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്, എങ്ങനെയാണ് ഏതാണെന്ന് ആർക്കും പറയാനായിട്ട് പറ്റില്ല. കാര്യങ്ങളൊക്കെ ഒത്തുചേർത്ത് നോക്കുമ്പോൾ കൊയ്ഫ് പോകുമോ മിലോസ് പോകുമോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊയ്ഫ് തന്നെ ആയിരിക്കും 99% പോകാനായിട്ടുള്ള സാധ്യത. എനിക്ക് തോന്നുന്നു മിലോസ് ഒരിക്കലും പോകാനായിട്ട് സാധ്യതയില്ല. മിലോസിനെ ഒഴിവാക്കാനായിട്ട് സാധ്യതയില്ല. കാരണം മിലോസിനെ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടക്കാലത്ത് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകും. അതിലേക്കും ബൈ.